എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ അമഞ്ചിക്കയുടെ കുട്ടിക്കാലം കാണിക്കും. അവൻ ആദ്യമായിട്ട് ഇപ്പൊ സ്കൂളിലേക്ക് വരാണ്. പക്ഷെ നമ്മുടെ ചെക്കന് ഓൾറെഡി എല്ലാവരെയും പേടിയും അവൻ എപ്പോഴും സാഡുമാണ്. അപ്പൊ ടീച്ചർ അവനെ വിളിച്ച് അവന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ അത് കൊടുക്കാൻ പറയും. പക്ഷെ അവനാണെങ്കിൽ പേടിച്ചു വരച്ച് ഇപ്പൊ അങ്ങനെ നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ അമഞ്ചിക്ക് അവൻ ആരോടും മിണ്ടാതെ ക്ലാസിന്റെ ഒരു മൂലയ്ക്ക് പോയിട്ട് അങ്ങനെ ഇരിക്കും. അവന് ഫ്രണ്ട്സ് ഇല്ല, സംസാരിക്കാൻ ആൾക്കാരില്ല. അവൻ തീർത്തും ഒറ്റപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവന്റെ ചിന്ത അവൻ വളരെ ബാഡ് ആണെന്നാണ്. ആരും തന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, തനിക്കൊരിക്കലും ഒരു ഫ്രണ്ട് ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ച് അവനിപ്പോ ചുറ്റുമുള്ളവരെയൊക്കെ അങ്ങനെ നോക്കിയിരിക്കും. അതിന് ചുറ്റുമുള്ളവര് ഇപ്പൊ പരസ്പരം കൂട്ടുകൂടുന്നു, സംസാരിക്കുന്നു. അപ്പൊ അത് കാണുമ്പോ അവൻ ഒരുപാട് വിഷമായി ഇപ്പൊ തല താഴ്ത്തി അങ്ങനെ ഇരിക്കും. അപ്പൊ പെട്ടെന്ന് ഒരുത്തൻ ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. ഹായ്, നിനക്ക് സുഖാണോ? എന്തുപറ്റി? സെൽഫ് ഇൻട്രോ കൊടുക്കാൻ പറഞ്ഞപ്പോ നീ പേടിച്ചു നിന്നേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷെ നിനക്ക് സൂപ്പർ ഹീറോസിനെ ഒത്തിരി ഇഷ്ടമാണല്ലേ? നിന്നെ പോലെ എനിക്കും സൂപ്പർ ഹീറോസിനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കര കാര്യമായിട്ട് അമഞ്ചിക്കയോട് സംസാരിക്കും. ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ ഇപ്പൊ അമഞ്ചിക്ക് അവനെ അങ്ങനെ നോക്കി നിൽക്കും. സോ അമഞ്ചിക്ക് പയ്യന് ആദ്യമായിട്ട് കിട്ടിയ ഫ്രണ്ടാണ് നമ്മുടെ ചുന്ദരക്കുട്ടൻ ടൊഗോട്ടോ. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഇസുക്കും നമ്മുടെ ചുന്ദരക്കുട്ടൻ ടൊഗോട്ടോയും അവർ രണ്ടുപേരും പിന്നാലെ കുറെ പോലീസൊക്കെ ആയിട്ട് ഇപ്പൊ ആ ഡോർ തുറന്ന് വില്ലന്മാരുടെ ഹൈഡ് ഔട്ടിലേക്ക് കയറും. അവരുടെ തൊട്ടു പിന്നാലെ അമഞ്ചിക്കും ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരും. അവനത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വില്ലന്മാർക്ക് ഓൾറെഡി നമ്മുടെ ആൾക്കാർ വരുന്ന ഇൻഫർമേഷൻ അത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ ഐസമ മാസ്റ്റർ പറയും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഉടനെ നൈറ്റായി അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ നൈറ്റായി കാണും വില്ലൻ പോയ ഓരോ സീക്രട്ട് വഴികളും റൂമുകളും. അതനുസരിച്ച് ഇപ്പൊ നൈറ്റയും ടീമും അതിന് പിന്നാലെ പോയി ആ ഒരു സീക്രട്ട് റൂം അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിന്റെ ഡോറ് അത് തല്ലിപ്പൊളിക്കും. അപ്പോഴേക്കും 3 വില്ലന്മാര് അവര് പുറത്തേക്ക് ചാടി നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ബബിൾ ഗേളൊക്കെ മാസായിട്ട് അവളുടെ പവർ ഉപയോഗിച്ച് 5-6 വില്ലന്മാരെ അങ്ങനെ ചുരുട്ടി പിടിക്കും. അപ്പൊ ടൊഗോട്ടോ പറയും അകത്തേക്കൊരു വഴിയുണ്ട്, നമ്മളെല്ലാവരും അകത്തേക്ക് കയറി ആ ചിന്ന പെണ്ണ് അവളെ കണ്ടെത്തി സേഫ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരണം. മാത്രമല്ല ആ കൊറ്റുവില്ലൻ അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ അകത്തേക്ക് വരും. അപ്പൊ അവരുടെ തൊട്ടു മുൻപിലായിട്ട് വലിയൊരു മതില്. ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടേക്കാണ് ആ വില്ലൻ അവളെ കൊണ്ടുപോയത്. ഉടനെ ആ ചുന്ദരക്കുട്ടൻ അവൻ ചുമരിലൂടെ ഇപ്പൊ അവന്റെ തല കയറ്റി അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കും. അപ്പൊ അവൻ കാണും ആ ഒരു വഴി അത് മുൻപോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കാൻ അവൻ അറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ചുമര് അവിടെ കെട്ടിവിട്ടത്. ഉടനെ ഇസുക്ക് പയ്യനും നമ്മുടെ കരീഷ്മ പയ്യനും അവർ രണ്ടുപേരും ഇപ്പൊ ഓടി വന്ന് ആ ചുമരിന് ഒരൊറ്റ ഇടി കൊടുക്കും. ആ ഒരു ഇടിയില് ആ ചുമര് തന്നെ തകർന്നടിഞ്ഞു വീഴും. ഇത് കാണുമ്പോ ഇപ്പൊ എല്ലാവരും ഹാപ്പിയാവും. അവരുടെ പവർ കണ്ട് അവർ ഷോക്കാവും. പക്ഷെ എന്താ, ഒരു ബ്രഹ്മാണ്ഡ വില്ലൻ അവനിപ്പോ അവരുടെ നേർക്ക് വരും. അവന്റെ പ്രത്യേക പവർ ഉപയോഗിച്ച് അവനിപ്പോ ആ ബിൽഡിംഗ് തന്നെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാര് ഇപ്പൊ അടിച്ച് താഴെ വീഴും. എന്നിട്ട് ഓരോ ഭാഗത്തേക്ക് തെറിച്ചു പോവും. അപ്പൊ അതേസമയം അമഞ്ചിക്ക് അവൻ കണ്ടുപിടിക്കും ആ ഒരു വില്ലൻ അവൻ ആ ചിന്ന പെണ്ണിനെ അവിടുന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയുള്ള ഓരോ നുണുക്ക് വിദ്യയൊക്കെ കാണിച്ച് നമ്മുടെ ആൾക്കാരെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവൻ അതൊക്കെ ഓർത്ത് ഇപ്പൊ സാഡായിട്ട് നിൽക്കും. അപ്പൊ ചുന്ദരക്കുട്ടൻ അവൻ അമഞ്ചിക്കയോട് പറയും നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറപ്പായിട്ടും നമ്മൾ അവളെ കണ്ടുപിടിക്കും, ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ചുന്ദരക്കുട്ടൻ അവനിപ്പോ റെഡി ആയിട്ട് ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. ഓരോ ചുമരിലൂടെ അവൻ ഈസി ആയിട്ട് അകത്തേക്ക് കടന്നോടും. അത് കണ്ട ആ വില്ലൻ ചിരിക്കും. കാരണം അവനിപ്പോ പോകുന്നത് ഒറ്റയ്ക്കാണ്. അവൻ ഒറ്റയ്ക്ക് പോയാ ഉറപ്പായിട്ടും കൊറ്റുവില്ലന്റെ മുൻപില് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സോ അവന്റെ കാര്യം ആ കൊറ്റുവില്ലൻ നോക്കിക്കോളൂന്ന് പറഞ്ഞ് ഈ വില്ലൻ വീണ്ടും ഇപ്പൊ നമ്മുടെ ആൾക്കാരുമായിട്ട് പൊരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഫൈറ്റിന്റെ ഒടുവില് ആ വില്ലൻ നമ്മുടെ ആൾക്കാരെ ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യും. അവിടെ എത്തുമ്പോ അവിടെയും 3 വില്ലന്മാര് അവരിങ്ങനെ കലി കയറി ഇടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അത് കാണുമ്പോ അമഞ്ചിക്ക് പയ്യൻ അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ ചുന്ദരക്കുട്ടൻ അവൻ അമഞ്ചിക്ക് മോട്ടിവേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ ഓർത്തെടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് അമഞ്ചിക്ക് ആവട്ടെ അവൻ ഓടിപ്പോയി ആ 3 വില്ലന്മാരെയും ഇപ്പൊ അടിക്കാനായിട്ട് തുടങ്ങും. ഇതിൽ ഒരു വില്ലൻ ഇപ്പൊ കത്തിയെടുത്ത് നീട്ടും. അത് കണ്ട് ഐസമ മാസ്റ്റർ അവന്റെ പവർ
അത് ഇറേസ് ചെയ്യും. അപ്പൊ അടുത്തൊരുത്തൻ ഇപ്പൊ ഒരു ഗണ്ണെടുത്ത് പോയിന്റ് ചെയ്യും. അത് കണ്ട് അമഞ്ചിക്ക് അവന്റെ ഓക്ടോപസ് പവർ യൂസ് ചെയ്ത് വില്ലന്മാരുടെ കയ്യിലുള്ള ഗണ്ണ്, കത്തി, അങ്ങനെ എല്ലാ എക്യുപ്മെന്റ്സും അവൻ അങ്ങനെ തന്നെ ഇപ്പൊ പിടിച്ച് വലിച്ചെടുക്കും. അപ്പൊ അമഞ്ചിക്ക് പയ്യൻ അവനിപ്പോ നിലവിളിച്ചു പറയും, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് മുൻപോട്ട് പോയി ആ പെൺകുട്ടിയെ രക്ഷിക്ക്. ഉടനെ ഐസമ മാസ്റ്റർ അവരുടെ 3 പേരുടെയും പവർ അത് ഇറേസ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ഇപ്പൊ മുൻപോട്ട് പോവും. അപ്പൊ കരീഷ്മ അവൻ ടെൻഷനായിട്ട് പറയും, അമഞ്ചിക്കയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നത് അതൊട്ട് ശരിയായില്ല. നിങ്ങൾക്കറിയില്ലേ അവൻ ഇമോഷണലി വളരെ വീക്കാണെന്ന്. സോ ഇത് ശരിക്കും ക്രൂവലാണെന്ന് പറയുമ്പോ അതിനുണ്ടപ്പം പറയും, മിണ്ടിപ്പോരുത്, നീ അവനെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നേ? നമ്മുടെ ഇടയിൽ വെച്ച് ഏറ്റവും പവർഫുൾ അവനാണ്. അതുകൊണ്ടാണ് അവനെ ധൈര്യമായിട്ട് അവിടെ ഒറ്റയ്ക്ക് വിട്ടത്. അവൻ ഇമോഷണലി മാത്രമേ കുറച്ച് വീക്കായിട്ടുള്ളൂ. അവരുടെ കാര്യത്തില് ഒട്ടും വീക്കല്ല എന്ന് പറഞ്ഞ് അവരിപ്പോ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. കട്ട് ചെയ്ത അമഞ്ചിക്ക് അവരെ 3 പേരെയും ഇപ്പൊ അടിച്ചു കൊല്ലാനായിട്ട് തുടങ്ങും. അപ്പ മൂക്ക് നീണ്ടവന് അവന്റെ പവർ അത് പതിയെ തിരികെ കിട്ടാൻ തുടങ്ങും. അവനൊരു കത്തിയെടുത്ത് അമഞ്ചിക്കയുടെ ടെന്റിക്കിള് അത് വെട്ടിയെറിയും. ചോര തുളുമ്പി ഇപ്പൊ ഒരുപാട് വേദനയില് അവൻ പൊളയാൻ തുടങ്ങും. അപ്പൊ പതിയെ പതിയെ ബാക്കി 2 പേർക്കും അവരുടെ പവർ അത് തിരികെ വരാൻ തുടങ്ങും. ഈ മൂക്കം വില്ലന്റെ പവർ അവൻ എന്താഗ്രഹിച്ചാലും അതപ്പ തന്നെ അവന്റെ കയ്യിൽ വരും എന്നതാണ്. ആ വില്ലന്മാര് അവര് 3 പേരും ഇപ്പൊ ഫുൾ പവറിലേക്ക് തിരികെ വരും. ആ മൊട്ട വില്ലൻ അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യും. അവരിപ്പോ അമഞ്ചിക്കയോട് പറയും, നീ മരിക്കാൻ റെഡി ആയിക്കോ, ഞങ്ങൾ 3 പേരും ചേർന്ന് നിന്നെ കൊന്ന് കൊല വിളിക്കാനായിട്ട് ഇപ്പൊ റെഡിയാണ്. അത് കേട്ട് അമഞ്ചിക്ക് അവനിപ്പോ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. അപ്പൊ ഫ്ലാഷ് ബാക്കില് ടീച്ചേഴ്സ് പറയും, നിങ്ങളുടെ എല്ലാവരുടെയും പവർ അതെന്താണെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്ക്. അത് കേട്ട് ഇപ്പൊ അമഞ്ചിക്ക് ഷോക്കാവും. അവനെ കൊണ്ട് അതിന് കഴിയില്ല. അവൻ ഒരുപാട് വിഷമിച്ച് ഇപ്പൊ മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും വലിയൊരു സൗണ്ട് കേൾക്കുക. അതെന്താണെന്ന് നോക്കിയാ നമ്മുടെ ചുന്ദരക്കുട്ടൻ. അവനും അവന്റെ പവർ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ എന്താ, അത് ഫെയിലായി പോവും. എല്ലാവരും അവനെ നോക്കി കളിയാക്കി ചിരിക്കുമ്പോ അവൻ പറയും, അത് കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ഞാൻ എന്റെ പവർ നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കേട്ട് അമഞ്ചിക്ക് അവൻ ഷോക്കാവും. അവനെങ്ങനെ ഇത്ര പോസിറ്റീവായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നു? അമഞ്ചിക്ക് അത് ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ ചുന്ദരക്കുട്ടപ്പനോട് ചോദിക്കും. അതിന് ചുന്ദരക്കുട്ടൻ പറയും, അത് വലിയ കാര്യമൊന്നുമല്ല, അത് സിമ്പിൾ അല്ലേ. നമ്മൾ ഒരിക്കലും ആരെ കണ്ടും പിന്നോട്ട് പോകാൻ പാടില്ല. തോറ്റുപോയാ അവിടുന്ന് വീണ്ടും എഴുന്നേക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അവരെന്തു പറയും എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ലൈഫ് അത് പാഴാക്കരുത്. ആക്ച്വലി നിനക്ക് ഒരുപാട് പവർ ഉണ്ട്. നീ മനസ്സ് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്കും ഒരു നമ്പർ 1 സൂപ്പർ ഹീറോ ആയി തീരാൻ കഴിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും നമ്മുടെ അമഞ്ചിക്ക് പയ്യൻ. അവൻ ചുന്ദരക്കുട്ടൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്ത് അവന്റെ ഫുൾ പവറും എടുത്ത് ആ ഒരു ഓക്ടോപ്പസ് കൈയെടുത്ത് കൈവച്ച് അമർത്തി അവനെ ഞെക്കി പൊട്ടിക്കും. അപ്പൊ 3ാമത്തെ വില്ലൻ അവൻ ചാടി എഴുന്നേറ്റ് നമ്മുടെ ആളുടെ ഓക്ടോപ്പസ് കൈ അത് കടിച്ചു പറിക്കുകയാണ്. അവര് 3 പേരും ഇപ്പൊ റൗണ്ട് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചോര തുളുമ്പി അമഞ്ചിക്ക് അവനിപ്പോ താഴേക്ക് വീഴും. അമഞ്ചിക്ക് പതിയെ അവന്റെ കാല് വെച്ച് താഴെ കിടന്ന ഒരു ക്രിസ്റ്റൽ പീസ് എടുക്കും. അതെടുത്ത് ആ മൂക്ക് നീണ്ടവന്റെ മൂക്കിൽ തന്നെ ഒരൊറ്റ കുത്ത്. അപ്പ ആ ക്രിസ്റ്റൽ വില്ലൻ അവൻ വീണ്ടും അവന്റെ പവർ എടുത്ത് അമഞ്ചിക്കയുടെ ബോഡിയിൽ ഒരൊറ്റ അടി. പക്ഷെ അവന് ഒന്നും സംഭവിക്കില്ല. കാരണം അമഞ്ചിക്ക് അവൻ ഓൾറെഡി ആ ക്രിസ്റ്റൽ കഴിച്ചു. അതുകൊണ്ട് തന്നെ അവനും ഇപ്പോ വില്ലന്റെ അതേ ക്രിസ്റ്റൽ പവർ അവന്റെ ബോഡിയിലേക്ക് വരും. പിന്നെ ചാടി എഴുന്നേറ്റ് ആ 3 വില്ലന്മാരെയും അവൻ അടിച്ചു നിരപ്പാക്കും. ഒറ്റ മിനിറ്റ് കൊണ്ട് ആ 3 വില്ലന്മാരും ഇപ്പൊ അങ്ങനെ അനങ്ങാൻ പോലും കഴിയാതെ വീണ് കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോപോളി.